ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജെ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ വാഹനത്തിൻ്റെ ബാറ്ററി ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മസ്റ്റായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യത്തിനെക്കുറിച്ചാണ്. അതായത് പലരും ഒരു ചെറിയ ലാഭം നോക്കി മാറാതെ പോകുന്ന ഒരു കാര്യത്തിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ ടൈസറാണ്, ടൊയോട്ടയുടെ ടൈസർ വാഹനമാണ് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു 1 ലിറ്റർ എഞ്ചിനാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ മെയിനായിട്ട് എടുത്ത് കാണിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ വാഹനം റിവ്യൂ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് കണ്ടൊരു ഐഡിയ ആണ് ഞാനിപ്പോൾ എല്ലാവരും കൺവേ ചെയ്യുന്നത്. അതായത് ഇപ്പം നമുക്കിവിടെ വരുന്ന എക്സൈഡിൻ്റെ കൺസർവോ എന്ന് പറയുന്നൊരു വേരിയൻ്റ് ബാറ്ററിയാണ് നമുക്കിവിടെ വരുന്നത്. അതിൽ ISS എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ ISS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്ന് പറയുന്നൊരു ഫീച്ചറാണ്, അല്ലെങ്കിൽ ആ ഒരു ഫീച്ചറുള്ള വാഹനത്തിന് യൂസ് ചെയ്യേണ്ട ബാറ്ററിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം ഈ ISS എന്ന് പറയുന്നൊരു സ്ഥാനത്ത് നമ്മൾ സാധാരണ ഒരു 45Ah ബാറ്ററി, ഇതൊരു 45Ah ബാറ്ററിയാണ് വരുന്നത്. ഈ ഒരു 45Ah സാധാരണ ഒരു ബാറ്ററി വെച്ചാൽ പോരെ എന്ന് ചിന്തിക്കുന്നവർക്കാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഒരു ബാറ്ററി വെച്ചാലും ഈ സെയിം ഫംഗ്ഷൻ, അതായത് ISS എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ വർക്ക് ചെയ്യും. നിങ്ങളുടെ വാഹനം ഐഡിൽ സ്റ്റാർട്ടും ഐഡിൽ സ്റ്റോപ്പും ഒക്കെ ആകുന്നതായിരിക്കും. പക്ഷേ എത്ര നാളാകും എന്ന് നിങ്ങൾ ചിന്തിക്കുക. കാരണം ഈ ഒരു വാഹനത്തിൻ്റെ ബാറ്ററി ഇതിന് വേണ്ടിയിട്ട് തന്നെ, അതായത് ഈ ഒരു ബാറ്ററി ഈ ഒരു രീതിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഐഡിലായിട്ട് സ്റ്റാർട്ട് ചെയ്യാനും ഐഡിലായിട്ട് സ്റ്റോപ്പ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു ഫംഗ്ഷനാണ് ഈ ഒരു ബാറ്ററി നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ സാധാരണ ഈ ഒരു ഫംഗ്ഷൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു മോഡലാണ് ഇവിടെ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു കാരണവശാൽ ആ ബാറ്ററിക്ക് ലൈഫ് കിട്ടത്തില്ല. ലൈഫ് മാത്രമല്ല, നമ്മുടെ വാഹനത്തിൻ്റെ ഓരോ കമ്പോണൻസിനും കംപ്ലയിൻറ്റ് വരുന്നതായിരിക്കും. ഇവിടെ ഈ ഒരു ബാറ്ററി മാത്രമല്ല, ഈ വാഹനത്തിന് 2 ബാറ്ററി വരുന്നുണ്ട്. ഒരു ബാറ്ററി സീറ്റിൻ്റെ അടിയിലും വരുന്നുണ്ട്. ആ ബാറ്ററിക്ക് ഏകദേശം ഒരു 75,000 രൂപ അടുപ്പിച്ച് വരുന്നുണ്ട്. ലിഥിയം അയൺ ബാറ്ററിയാണ് നമ്മുടെ സീറ്റിൻ്റെ അടിയിൽ വരുന്നത്. ആ ഒരു ബാറ്ററിക്ക് വരെ കംപ്ലയിൻറ്റ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ചെറിയൊരു ലാഭം നോക്കി ഈ ഒരു ബാറ്ററി മാറുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ഉറപ്പായിട്ടും താഴെ വരുന്ന ആ ഒരു ബാറ്ററിക്ക് കംപ്ലയിൻറ്റ് വരും. നമ്മുടെ ISG അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് സ്റ്റാർട്ടർ ജനറേറ്റർ എന്ന് പറയുന്ന നമ്മുടെ ഓൾട്ടർനേറ്റർ എന്ന് പറയുന്ന യൂണിറ്റിന് കംപ്ലയിൻറ്റ് വരും. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ വാഹനത്തിനെ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ വാഹനത്തിൻ്റെ ബാറ്ററിയൊക്കെ മാറുന്ന സമയത്ത് ഏത് ബാറ്ററിയാണോ ആ വാഹനത്തിൽ വരുന്നത്, ആ ഒരു ബാറ്ററി തന്നെ നിങ്ങൾ റീപ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ വേറൊരു ബാറ്ററി അല്ലെങ്കിൽ അതിന് കോമ്പറ്റ് ആവുന്ന വേറൊരു ബാറ്ററിയും യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അതാണ് ഏറ്റവും നല്ലത്.